ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റ് റെഗുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലാസ്റ്റ് 2 മൊഡ്യൂൾ കേട്ടോ. അതിൽ നിന്ന് എന്തായാലും നമുക്ക് മിനിമം ഒരു എസ്സേ ഉറപ്പായിട്ടും വരും. ഓക്കെ, നമുക്കതിൽ നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഡയറക്ടർ മീൻസ് ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി അല്ലേ. ബോർഡ് ഓഫ് എ കമ്പനിയിലേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് ഡയറക്ടർ. ഇറ്റ് മീൻസ് എ പേഴ്സൺ ഹു അപ്പോയിൻറ്റഡ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിലോട്ട് അപ്പോയിൻറ്റ്, അതായത് മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഡയറക്ടർ. ഇനി ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ഇൻ കമ്പനീസ് ആക്ട് 2013 ഡസ് നോട്ട് ലേ ഡൗൺ എനി പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഫോർ എ ഡയറക്ടർ, നോട്ട് ഈവൻ ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ്. Director must hold qualification shares. Nominal value of qualification shares of a director is fixed by the articles of the company. അതായത് 2013 കമ്പനീസ് ആക്ട് പ്രകാരം പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഡയറക്ടറിന് പറയുന്നില്ല, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസിനകത്ത് പ്രത്യേകം എന്ത് പറയുന്നില്ല, ഡയറക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നില്ലെന്നാണ് പറയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഒരു ഡയറക്ടർ ഇന്ന ആളുകളാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. എന്തൊക്കെയാണ്? അൺസൗണ്ട് മൈൻഡ് അല്ലേ, മൈൻഡ് ഓക്കെ അല്ലാത്ത, അതായത് നോർമൽ അല്ലാത്ത ഒരു വ്യക്തി, അതായത് ഭ്രാന്ത് പിടിച്ച ആളോ അങ്ങനെ നോർമൽ അല്ലാത്ത വ്യക്തി ഒരിക്കലും എന്താവില്ല, ഒരു ഡയറക്ടർ ആക്കാൻ പാടില്ല. അതുപോലെ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻ്റ് ഇല്ലേ, പാപ്പരാവ അല്ലെ, ഫിനാൻഷ്യലി പാപ്പരാവുന്ന ആളുകളെയും നമ്മൾ ഡയറക്ടർ ആക്കാൻ പാടില്ല. ഹി ഹാസ് ബീൻ കോൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് എനി ഒഫൻസ്. എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുറ്റവാളികളില്ലേ, അവരൊരിക്കലും ഡയറക്ടർ ആവാൻ പാടില്ല. ഇഫ് ഹി ഹാസ് നോട്ട് പെയ്ഡ് എനി കോൾ ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഷെയറുകളിൽ എന്താണ് അടയ്ക്കാത്ത, പേയ്മെൻറ്റ് നടത്താത്ത ആളുകളെ നമുക്ക് ഒരു ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഹി ഹാസ് നോട്ട് റെസ്പെക്ട് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി, ഇഫ് ഹി ഹാസ് നോട്ട് അലോട്ടഡ് ദ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്യാത്ത ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡയറക്ടർ ആക്കാൻ പറ്റില്ല. ഇഫ് ഹി ഹാസ് നോട്ട് ഫയൽഡ് ദ ആനുവൽ അക്കൗണ്ട്സ് ഫോർ കണ്ടിന്യൂസ് 3 ഫിനാൻഷ്യൽ ഇയർ, ഒരു 3 വർഷമായിട്ട് നമ്മുടെ കമ്പനികളിൽ അല്ലെങ്കിൽ കമ്പനികളുടെ ആനുവൽ അക്കൗണ്ട്സുകൾ എന്ത് ചെയ്യുന്നില്ല, ഫയൽ ചെയ്യുന്നില്ല. ഇത് റിട്ടേൺ ഫയൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഫയൽ ചെയ്യാത്ത ഒരാളെ നമുക്ക് ഒരു ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇഫ് ഹി ഹാസ് നോട്ട് ഫയൽ ആനുവൽ റിട്ടേൺസ് ഫോർ കണ്ടിന്യൂസ് 3 ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ 3 വർഷമായിട്ട് നമ്മൾ ആനുവൽ റിട്ടേണും ഫയൽ ചെയ്യാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും ഒരു ഡയറക്ടറാക്കാൻ പറ്റില്ല. ഡയറക്ടറുടെ റോൾ എന്തൊക്കെയാണ്? ഡയറക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങളിൽ ഇതുണ്ടാവും? ഡയറക്ടേഴ്സ് ആസ് ഏജൻറ്റ്, ഡയറക്ടർ ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കും അല്ലേ. ഡയറക്ടർ ഈസ് എൻ ഏജൻറ്റ് ഓഫ് ദ കമ്പനി ഫോർ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ് നടത്തുന്നതിൽ ഒരു ഏജൻറ്റായിട്ട് ഡയറക്ടർ പ്രവർത്തിക്കാം. ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഹാവ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി ആസ് വെൽ ആസ് ഷെയർ ഹോൾഡേഴ്സ്. കണ്ടോ, കമ്പനിയായിട്ടും ഷെയർ ഹോൾഡറായിട്ടും എന്താണ്, എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലേ. അതാണ് ഏജൻറ്റ് എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ റോളാണ് ഡയറക്ടേഴ്സ് ആസ് ട്രസ്റ്റി ആയിരിക്കണം. ഡയറക്ടർ എപ്പോഴും ഒരു ട്രസ്റ്റി ആയിരിക്കണം. ഡയറക്ടേഴ്സ് ആസ് ട്രസ്റ്റി ഓഫ് ദ കമ്പനീസ് മണി ആൻഡ് പ്രോപ്പർട്ടി, കമ്പനിയുടെ പണത്തിലും പ്രോപ്പർട്ടിയിലൊക്കെ ഒരു വിശ്വാസ്യത ആർക്കുണ്ടായിരിക്കണം, ഡയറക്ടറിന് ഉണ്ടായിരിക്കണം. ഡയറക്ടേഴ്സ് ആസ് എംപ്ലോയീസ്, ഡയറക്ടർ ഒരു എംപ്ലോയി ആയിരിക്കണം. വേർ എനി ഡയറക്ടർ ബിസൈഡ്സ് ബീങ് എ ഡയറക്ടർ ഈസ് ഓൾസോ ദ സർവീസ് ഓർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ കമ്പനി. എപ്പോഴും ഒരു കമ്പനിയുടെ ഡയറക്ടർ മാത്രമല്ല, എപ്പോഴും എന്താണ്, ഒരു തൊഴിലാളി പോലെ ഉള്ള സേവനങ്ങൾ കമ്പനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളായിരിക്കണം. അതായത് സെക്രട്ടറി ആവാം, മാനേജിങ് ആവാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു എംപ്ലോയി ആവുമല്ലോ. അതാണ് ഡയറക്ടേഴ്സ് ആസ് എംപ്ലോയി. The directors as managing partner. Directors are elected representatives of the shareholders and they are in the position as managing director. അതായത് പാർട്ട്ണറെ മാനേജ് ചെയ്യുക. നമുക്കറിയാം, ഈ പാർട്ട്ണർമാർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഒരു കമ്പനി ആയിക്കോട്ടെ, ആ ഷെയർ ഹോൾഡറിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ട്ണർമാരിൽ നിന്നോ എലക്ട് ചെയ്തിട്ടാണ് അല്ലേ. നമ്മൾ സാധാരണ കമ്പനീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പറയേണ്ടത്. കമ്പനിയുടെ ഷെയർ ഹോൾഡറിൽ നിന്നും ഒരാളെ നമ്മൾ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്ത ഒരാളാണ് ഡയറക്ടർ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു വ്യക്തിയായിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം, മാനേജിങ് പാർട്ട്ണർ പോലെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഡയറക്ടറിൻ്റെ പവർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ റോളാണ് കേട്ടോ. ഇനി പവർ ചോദിക്കുകയാണെങ്കിലോ, ടു കോൾ ഓൺ ഷെയർ ഹോൾഡേഴ്സ് റെസ്പെക്ട് ഓഫ് മണി ആൻഡ് പെയ്ഡ് ഓൺ ഷെയർ, അടയ്ക്കാത്ത ഷെയറിൻ്റെ പൈസയ്ക്കുള്ള ഷെയർ ഹോൾഡറിനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ടു ഓതറൈസ് ബൈ ബാക്ക്, ഷെയർ ബൈ ബാക്ക് ചെയ്യാനായിട്ടുള്ള ഓതറൈസേഷൻ കൊടുക്കാനായിട്ടുള്ള പവർ ആർക്കുണ്ട്, നമ്മുടെ ഡയറക്ടറിനുണ്ട്. ടു ബോറോ മണി കടമെടുക്കാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്, നമ്മുടെ ഡയറക്ടറിനുണ്ട്. ലോൺ കൊടുക്കാനുള്ള അധികാരം, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം, അതുപോലെ ഡൈവേഴ്സിഫൈ ദ ബിസിനസ് ഓഫ് ദ കമ്പനി, അമാൽഗമേഷൻ മെർജറിന് അപ്രൂവൽ കൊടുക്കാനുള്ള അധികാരം, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരം, ഇതൊക്കെയാണ് നമ്മുടെ ഡയറക്ടറിനുള്ള പവർ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടർ, ഒരു ഡയറക്ടറിൻ്റെ ഡ്യൂട്ടീസും ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാറ്റുറ്ററി ഡ്യൂട്ടീസ് ഉണ്ട്. ടു വെരിഫൈ ട്രൂത്ത്നെസ് ഓഫ് പ്രോസ്പെക്ടസ്,
അതായത് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ള അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ഡ്യൂട്ടി ആർക്കാണ്, ഡയറക്ടറിനാണ്. അതുപോലെ ടു ഡിറ്റർമിൻ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡ്യൂട്ടി ആൾക്കുണ്ട്. രജിസ്റ്റർ ഓഫ് മെമ്പർ, അതുപോലെ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, രജിസ്ട്രാർക്ക് കാര്യങ്ങൾ കോപ്പീസ്, പ്രമേയത്തിൻ്റെ കോപ്പീസൊക്കെ അയച്ചു കൊടുക്കുക. ഇതിനൊക്കെയുള്ള ഒരു പവറും അതുപോലെ തന്നെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ഡയറക്ടറിനാണുള്ളത് കേട്ടോ. ജനറൽ ഡ്യൂട്ടീസ് ചോദിക്കുകയാണെങ്കിൽ ടു എക്സസൈസ് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്, ടു എക്സസൈസ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഡെലിജൻസ്, ടു ഹൈഡ് കോൺഫ്ലിക്റ്റ്, ടു പ്രൊമോട്ട് ദ സക്സസ് ഓഫ് ദ കമ്പനി, ഇതൊക്കെയാണ് വരുന്നത്. ഡയറക്ടർ റൈറ്റ്സുകൾ എന്തൊക്കെയാണ്? അവർക്ക് മാത്രമുള്ള റൈറ്റുകളുണ്ട്. എന്തൊക്കെയാണ്? റൈറ്റ് ടു ആക്സസ് കമ്പനീസ് ഡോക്യുമെൻറ്റ്, കമ്പനിയുടെ ഏത് ഡോക്യുമെൻറ്റും ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഡയറക്ടറിനുണ്ട്. റൈറ്റ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ, അവർക്ക് പ്രതിഫലം, റെമ്യൂണറേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടണം അല്ലേ, അതിനുള്ള റൈറ്റ് ഡയറക്ടറിനുണ്ട്. റൈറ്റ് ടു ഡെലിഗേറ്റ് ഡ്യൂട്ടീസ്, ഡയറക്ടറുടെ ഡ്യൂട്ടീസ് മറ്റുള്ളവർക്ക് വീതിച്ച് നൽകാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഡയറക്ടറിനുണ്ട്. റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ്, മീറ്റിങ്ങിലുള്ള ബോർഡ് മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അതിന് നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ ബോർഡ് മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. റൈറ്റ് ടു ഹോൾഡ് എനി നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ്, ഏതെങ്കിലും ഡയറക്ടർഷിപ്പിനെ ഹോൾഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ റീഇംബേഴ്സ്മെൻറ്റ്, ബിസിനസ്സിൽ വരുന്ന ചിലവുകളൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്, ക്ലെയിം ചെയ്യാനായിട്ടുള്ള അധികാരം നമ്മുടെ ഡയറക്ടറിനുണ്ട്. ഡയറക്ടറുടെ ലയബിലിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ലയബിലിറ്റി ടു ഔട്ട്സൈഡർ ഉണ്ട്, ലയബിലിറ്റി ടു കമ്പനി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഔട്ട്സൈഡറിലേക്കുള്ള ബാധ്യതകളുണ്ട്, കമ്പനിയോടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകളുണ്ട്, പിന്നെ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടറിനെയാണ് നമ്മൾ ആദ്യം അപ്പോയിൻറ്റ് ചെയ്യുക. ബൈ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി, ബൈ ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അടുത്ത അപ്പോയിൻമെൻറ്റ് ഓഫ് സബ്സീക്വൻറ്റ് ഡയറക്ടർ കേട്ടോ. അപ്പോൾ 2 ഡയറക്ടർ ഉണ്ട്, ഫസ്റ്റ് ഡയറക്ടറും അതുപോലെ സബ്സീക്വൻറ്റ് ഡയറക്ടേഴ്സും ഉണ്ട്. അടുത്ത റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, റിമൂവൽ ബൈ ദ ഷെയർ, റിമൂവൽ ബൈ ദ ട്രിബ്യൂണൽ, റിമൂവൽ ബൈ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് അതാണ് പറയുന്നത് കേട്ടോ. എന്താണ് DIN? DIN എന്ന് പറയുന്നത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടാനുള്ള അധികാരം ഡയറക്ടറുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ എന്താണ് DIN എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് എൻ 8 ഡിജിറ്റ് യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ദാറ്റ് ഹാസ് ലൈഫ് ടൈം വാലിഡിറ്റി ത്രൂ DIN ഡീറ്റെയിൽസ് ഓഫ് ഡയറക്ടേഴ്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻ എ ഡാറ്റാബേസ്. അതായത് ഒരു ഡാറ്റാബേസിനകത്ത് ഈ നമ്പർ കിട്ടിയ ആളുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളിപ്പോൾ ആധാർ കാർഡും പാൻ കാർഡൊക്കെ പോലെ ഡയറക്ടർ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ അലോട്ട് ചെയ്യുന്ന ഒരു 8 ഡിജിറ്റിലുള്ള ഒരു യൂണീക്ക് നമ്പറാണ് DIN നമ്പർ. ഇനി ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഹീസ് ഡയറക്ടർ ഇൻ ദ ഹോൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മൊത്തം സമയം ജോലി ചെയ്യുന്ന ഡയറക്ടറിനെയാണ് ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുക. ഇനി ആരാണ് മാനേജിങ് ഡയറക്ടർ? MD എന്ന് പറഞ്ഞാൽ ഹീസ് എ കീ മാനേജറൽ പേഴ്സൺ ഓഫ് ദ കമ്പനി, ഹീസ് എ ഹെഡ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഹെഡും ഡിസിഷനൊക്കെ എടുക്കുന്ന ആളാണ് മാനേജിങ് ഡയറക്ടർ. ആരാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ? പറഞ്ഞാൽ ഈസ് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, ഹു ഡസ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി. കമ്പനിയുമായിട്ട് ഒരു ബന്ധവും ഇത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്താണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയായിട്ട് എന്താണ്, നോ റിലേഷൻഷിപ്പാണ് പറയുന്നത് കേട്ടോ. അത് അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് കമ്പനി മുന്നോട്ട് പോകുക. അതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഈ നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ, നോമിനി ഡയറക്ടർ ഈസ് എ ഡയറക്ടർ ഇൻ എ കമ്പനി ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് നോമിനി ഡയറക്ടർ. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാ? ആൻ ഓഫീസർ ഓഫ് എ കമ്പനി ഹു ഹാസ് ബീൻ ഡിസൈൻഡ് എസ് സച്ച് ബി അക്കോർഡിംഗ് ടു സെക്ഷൻ 219 എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ആസ് ചീഫ് ഫിനാൻഷ്യൽ ഓഫർ ഓഫ് എ കമ്പനി. ഇത് ഒരു കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയിലെ സെക്ഷൻ 219 പ്രകാരം അവരെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുക. ഇനി കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് ചോദിക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ബൈ വിച്ച് എ കമ്പനീസ് ഗവേൺ. കമ്പനി ഗവേൺ ചെയ്യുമ്പോൾ വരുന്ന മൊത്തം സെറ്റ് ഓഫ് സിസ്റ്റത്തിനെയും പ്രിൻസിപ്പിളിനെയും പ്രോസസ്സിനെയാണ് നമ്മൾ കോമൺലി കോർപ്പറേറ്റ് ഗവേണൻസ് പറയുക. അതിന് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട് 5 മാർക്കിന്. ഓണർഷിപ്പ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതുപോലെ നമ്പർ ഓഫ് സ്കാംസ് ഗ്രോ ചെയ്യുക, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഗ്ലോബലൈസേഷൻ, സെബി റൂൾസുകളൊക്കെ, ടേക്ക് ഓവർ ആൻഡ് മെർജർ, ഇതൊക്കെയാണ് അതിന് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഇനി കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? ഫെയർനെസ്, റെസ്പോൺസിബിലിറ്റി, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി. വാട്ട് ഈസ് CSR? CSR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെയാണ് CSR എന്ന് പറയുക. ഇറ്റ് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് എ കമ്പനി ടു ദ കമ്മ്യൂണിറ്റീസ് ഡെവലപ്മെൻറ്റ് ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊജക്ട് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാം ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊജക്റ്റിലോ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഏത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കേട്ടോ. അപ്പോൾ ഇത്രയാണ്
ഈ CSRൽ വരുന്നത്. പിന്നെ നമുക്ക് സെബി ആണ് കേട്ടോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെബിയുടെ എന്തായാലും ചിലപ്പോൾ എസ്സേ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ മക്കൾ, ഇത് നോക്കാതെ പോകരുത്. സെബി സെറ്റപ്പ് ചെയ്ത 1988 അത് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ റീസൺസ് മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസിലുണ്ടാകുന്ന മാനിപ്പുലേഷനുകളൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാനും പ്രൈസ് റിഗിങ് വരാനും ഇൻസൈഡ് ട്രേഡിംഗ് ചെയ്യാനും ഡിലേ വരാതിരിക്കാനും ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സിനൊക്കെ വേണ്ടിയിട്ടാണ് സെബി നിലകൊള്ളുന്നത് കേട്ടോ. സെബിയുടെ ഫങ്ഷൻസ് ചോദിക്കാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, to regulating the business of stock exchanges, promoting and regulating self-regulatory organization, prohibiting unfair trade practices, promoting investors education and training, prohibiting insider trading, levying fees, registering and regulating working of stockbroker, registering and regulating working of depositories, registering and regulating the working of venture capital fund. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫങ്ഷൻസ്. നന്നായി പഠിച്ചിട്ട് പോവുക. ഇത് സെബിയുടെ പവർ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫങ്ഷൻസ് തന്നെ പവറായിട്ടും എഴുതാം. എന്താണ് സാറ്റ്? സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ആണ്. ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 15K ഓഫ് ദ സെബി ആക്ട് 1992 ടു ഹിയർ ആൻഡ് ഡിസ്പോസ് ഓഫ് അപ്പീൽ. അതായത് നമ്മുടെ സെബി ഓർഡർ ചെയ്ത അല്ലെങ്കിൽ സെബി പാസ് ചെയ്യുന്ന ആ ഓർഡറുകൾക്ക് എതിരായിട്ടുള്ള അപ്പീലുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുക, കേൾക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ പവർ ചോദിക്കുകയാണെങ്കിൽ എൻഫോഴ്സ് ആൻഡ് സമൻസ് അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ, റിക്വയർ ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, receive evidence, issue commissions, dismiss an application for default. ഇനി ഇത്രയും നോക്കുക. അതിൻ്റെ കമ്പോസിഷൻ നോക്കണമെന്നില്ല, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പവർ നോക്കിയിട്ട് പോവാം കേട്ടോ. ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മുടെ കോർപ്പറേറ്റ് മീറ്റിംഗ് ആണ്. എന്താണ് കോർപ്പറേറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി മീറ്റിംഗ്, അതിനെ കോർപ്പറേറ്റ് മീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പനി മീറ്റിംഗ്സ് ഓർ കോർപ്പറേറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി മീറ്റിംഗ്സ് മീൻസ് കമ്മിങ് ടുഗെദർ ഓഫ് അറ്റ്ലീസ്റ്റ് എ ക്വാറം ഓഫ് മെമ്പേഴ്സ് ഇൻ ഓർഡർ ടു കോൺട്രാക്ട്സ് ഐദർ ഓർഡിനറി ഒരു സ്പെഷ്യൽ ബിസിനസ് ഓഫ് ദ കമ്പനി. ഒരു സ്പെഷ്യൽ ബിസിനസ്സിലെ മെമ്പേഴ്സുകൾ കൂടി ചേർന്ന് കൊണ്ട് നടത്തുന്ന ഒരു മീറ്റിങ്ങിനെയാണ് കമ്പനി മീറ്റിംഗ്സ് എന്ന് പറയുക. കമ്പനി മീറ്റിങ്ങിൻ്റെ സവിശേഷത അല്ലെങ്കിൽ കോർപ്പറേറ്റ് മീറ്റിങ്ങിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? 2 or more പേഴ്സൺസ് ഉണ്ടായിരിക്കും മസ്റ്റായിട്ടും അല്ലേ. അതിന് നോട്ടീസ് ഉണ്ടായിരിക്കണം. നേരത്തെ നമ്മൾ നോട്ടീസ് അറിയിക്കണം, ആളുകളെ അറിയിക്കണം മീറ്റിങ്ങിൻ്റെ കാര്യം അല്ലേ. അതുപോലെ ഹെൽഡ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ്, ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ഡേറ്റിൽ പ്രത്യേക സമയത്തായിരിക്കും എന്ത് ചെയ്യുക, ഈ മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അതുപോലെ മസ്റ്റ് ബി ഹെൽഡ് ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഇത് കണ്ടക്ട് ചെയ്യുക. ഇനി കമ്പനീസ് മീറ്റിങ്ങിൻ്റെ കൈൻഡ്, മീറ്റിംഗ് ഓഫ് ഡയറക്ടർ ഉണ്ട്, അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കാം. മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡറുടെ മീറ്റിംഗ് ഉണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് മസ്റ്റ് ഹോൾഡ് ദെയർ മീറ്റിംഗ്സ് ആസ് ഫ്രീക്വൻറ്റ്ലി ആസ് പോസിബിൾ. ഇടയ്ക്കിടയ്ക്ക് അവരെന്ത് ചെയ്യും, ഡയറക്ടേഴ്സ് തമ്മിൽ പരസ്പരം നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ് ഏത്, മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ദിസ് മീറ്റിംഗ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആർ നോൺ ആസ് ബോർഡ് മീറ്റിംഗ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ബോർഡ് മീറ്റിംഗ്, ഫസ്റ്റ് മീറ്റിംഗ് ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. മിനിമം 4 മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി ഹെൽഡ് എവറി ഇയർ. എല്ലാ വർഷവും മിനിമം ഒരു 4 മീറ്റിംഗ് എങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തമ്മിൽ നടത്തണം. 1 person company, small and dormant company, at least 1 meeting of the board of directors has been half of the calendar year. അതായത് ആദ്യത്തെ 6 മാസത്തിൽ ഒരു 1 person കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 person കമ്പനിയോ അല്ലെങ്കിൽ സ്മോൾ കമ്പനിയോ ഡോമൻറ്റ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരു മീറ്റിംഗ് എങ്കിലും ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ നടന്നിട്ടുണ്ടാവണം കേട്ടോ. അതുപോലെ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്, മിനിമം 7 days നോട്ടീസ് ഷുഡ് ബി സെൻഡ് ടു എവറി ഡയറക്ടേഴ്സ് അറ്റ് ഹീസ് അഡ്രസ് ബൈ പോസ്റ്റ് ഓർ മെയിൽ. ഇനി മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡയറക്ടേഴ്സിനെ ഇൻഫോം ചെയ്യണ്ടേ. അപ്പോൾ മീറ്റിങ്ങിന് തൊട്ട് മുമ്പുള്ള 7 ദിവസത്തിനുള്ളിൽ നമുക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടാവുന്ന ഡയറക്ടറിന് അത് പോസ്റ്റായിട്ടോ മെയിലായിട്ടോ അയക്കാം. ഈ അജണ്ട, ദ ടേം അജണ്ട മീൻസ് തിങ്സ് ടു ബി ഡൺ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോണത് അതാണ് നമ്മുടെ അജണ്ട എന്ന് പറയുക. ഇനി ക്വാറം എന്ന് പറഞ്ഞാൽ എന്താ, ദ ക്വാറം ഫോർ എ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഷാൽ ബി 1/3 ഓഫ് ഇറ്റ്സ് ടോട്ടൽ സ്ട്രെങ്ത് ഓർ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ. അതായത് ഇവിടെ പറയുന്നത് ക്വാറം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ മൊത്തം സ്ട്രെങ്ത്തിൻ്റെ 1/3 ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കുക. അല്ലെങ്കിലോ 2 ഡയറക്ടർ വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ ഹയർ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ക്വാറം എന്ന് പറഞ്ഞാൽ. ചെയർപേഴ്സൺ, അതായത് ക്വാറം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മൊത്തം ഇത്ര ആളുകളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് മൊത്തം സ്ട്രെങ്ത്തിൻ്റെ 1/3 ഭാഗമോ അല്ലെങ്കിൽ 2 ഡയറക്ടർ ഏതാണോ ഹയർ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മീറ്റിങ്ങിൻ്റെ ക്വാറമായിട്ട് പരിഗണിക്കുക. അടുത്ത ചെയർപേഴ്സൺ, എവറി മീറ്റിംഗ് ഓഫ് ദ ബോർഡ് മസ്റ്റ് ഹാവ് ചെയർപേഴ്സൺ. എല്ലാ മീറ്റിങ്ങിനും എന്തുണ്ടായിരിക്കും, ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. പിന്നെ റെസൊല്യൂഷനാണ് പറയുന്നത്, ഡിസിഷൻ ആർ ടേക്കൺ ബൈ ഡയറക്ടേഴ്സ് ബൈ പാസിംഗ് റെസൊല്യൂഷൻ. അതായത് പ്രത്യേക പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടായിരിക്കും ഡയറക്ടർ തീരുമാനം എടുക്കുക. പിന്നെ വോട്ടിംഗ് ആണ്, ഈച്ച് ഡയറക്ടർ ഹാസ് 1 ബോർഡ് ഫോർ ഈച്ച് റെസൊല്യൂഷൻ പുട്ട് ടു വോട്ട് അറ്റ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വോട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡർ. ഇനി ഷെയർ ഹോൾഡറുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ഹോൾഡറുടെ മീറ്റിംഗ് പറഞ്ഞാൽ ആദ്യം ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്. ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് റിഗാർഡ് ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ കമ്പനി മീറ്റിംഗ്. എല്ലാ കമ്പനി മീറ്റിംഗിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ദ പർപ്പസ് ഓഫ് ദ മീറ്റിംഗ് ഈസ് ടു ഗിവ് ഫുൾ ഇൻഫർമേഷൻ ടു മെമ്പേഴ്സ് ഓഫ് ദ പ്രോഗ്രസ് ബൈ ദ കമ്പനി. കമ്പനിയുടെ പ്രോഗ്രസ് നമ്മുടെ മെമ്പറെ അറിയിച്ചുകൊണ്ട്, മൊത്തം വിവരങ്ങളും അറിയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗിൻ്റെ സെക്രട്ടറി ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവർക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദ മീറ്റിംഗിന് മുമ്പ് എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ റെഡിയാക്കി വെക്കണം. അതുപോലെ ബോർഡ് മീറ്റിംഗിൽ അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സെക്രട്ടറി മസ്റ്റ് ഇഷ്യൂ നോട്ടീസ് കൊടുക്കണം ഷെയർ ഹോൾഡറിന്. അതുപോലെ മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റുകളൊക്കെ നടത്തണം. പോളിനും വോട്ടിംഗ് പേപ്പറുകളൊക്കെ എല്ലാം റെഡിയാക്കി വെക്കണം. ഇനി മീറ്റിംഗ് സമയത്തുള്ള ഇതെന്തൊക്കെയാണ്? ടു ഗെറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ കിട്ടണം. ചെയർമാനെ നമ്മൾ എന്ത് ചെയ്യണം? ക്വാറം അസർട്ടൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് നമ്മൾ റീഡ് ചെയ്യണം. ചെയർപേഴ്സൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അതുപോലെ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യണം. ഇനി മീറ്റിങ്ങിന് ശേഷം എന്താണ്? മിനിറ്റ്സ് ബുക്ക്. ഒരു മിനിറ്റ്സ് ബുക്ക് ഉണ്ടായിരിക്കില്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ചെയർപേഴ്സൻ്റെ അപ്രൂവൽ കിട്ടണം മിനിറ്റ്സിന്. അതുപോലെ ഇൻറ്റിമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോയിൻറ്റ്സ് നമ്മൾ സെൻഡ് ചെയ്യണം. ഇനി എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ഉണ്ട്. ഓൾ ജനറൽ മീറ്റിംഗ്സ് ഓഫ് എ കമ്പനി അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആർ കോൾ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. അതായത് എല്ലാ ജനറൽ മീറ്റിംഗിലെ ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാത്ത എല്ലാ ജനറൽ മീറ്റിംഗ്സിനും ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അത് 2 ആനുവൽ ജനറൽ മീറ്റിംഗ്സിൻ്റെ ഇടയിലായിരിക്കും നടത്തുക കേട്ടോ. ഇനി ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. പലതരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ. കൂടുതൽ ഷെയർ വാങ്ങിയ ആളുകളുണ്ടാവും, കുറച്ച് വാങ്ങിയത്. അപ്പോൾ അവരുടെ മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ്. ഇനി മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റർമാർ നടത്തുന്ന മീറ്റിംഗ് ആണ് ക്രെഡിറ്റേഴ്സ്. പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് തമ്മിലുള്ള മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ടു എസ്റ്റാബ്ലിഷ് എ ട്രിബ്യൂണൽ ടു ബി നോൺ ആസ് നാഷണൽ. സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ട്രിബ്യൂണലാണ് നാഷണൽ കമ്പനി ലോ എന്ന് പറയുക കേട്ടോ, NCLT. അടുത്ത എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. ഒരു മീറ്റിംഗിൽ, വാലിഡ് മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കണം? പ്രോപ്പർ അതോറിറ്റി ഉണ്ടായിരിക്കണം, നോട്ടീസ് ഓഫ് മീറ്റിംഗ് ഉണ്ടായിരിക്കണം, ക്വാറം, ചെയർമാൻ. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. പിന്നെ ചെയർമാൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ആദ്യം അജണ്ട സെറ്റ് ചെയ്യുക, മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? കൺവെൻഷൻസ് ഓഫ് ദ മീറ്റിംഗ് ആർ ബീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? പ്രസൻറ്റ് മീറ്റിങ്ങിൻ്റെ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ കാസ്റ്റിംഗ് വോട്ടുകൾ, മിനിറ്റ്സ് തയ്യാറാക്കുക. ഇനി മിനിറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ? മിനിറ്റ്സ് എന്തിനൊക്കെ തയ്യാറാക്കണേ? നമ്മുടെ മൊത്തം ബിസിനസ് ട്രാൻസാക്ഷൻ മീറ്റിങ്ങിൽ എന്തൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള ക്ലിയർ ഐഡിയാസ് ആണോ പ്രൊവൈഡ് ചെയ്തത്? പെർമനൻറ്റ് റെക്കോർഡാണ് മീറ്റിംഗ് നടന്നു എന്നുള്ള തെളിവാണല്ലേ. അതുപോലെ തന്നെ എവിഡൻസ് ആണ് നമുക്ക് കോർട്ട് ഓഫ് ലോ, നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ലോ ആക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോടതി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് ആണ് നമ്മുടെ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ 1 മീറ്റിംഗ് ആൻഡ് പ്രീവിയസ്, തൊട്ട് മുമ്പത്തെ മീറ്റിംഗ് ഇപ്പോഴത്തെ മീറ്റിംഗ് നമ്മളൊരു ലിങ്ക് കൊടുക്കുന്നത് ഈ മിനിറ്റ്സ് ബുക്ക് വെച്ചിട്ടാണ്. അതുപോലെ വോട്ടിംഗ് അല്ല, ഈച്ച് ഡയറക്ടർ ഹാസ് 1 വോട്ട് ഉണ്ടായിരിക്കും. പ്രോക്സീസ് ആൻ ഓതറൈസ്ഡ് ഏജൻറ്റ് ഓഫ് മെമ്പർ ഫോർ ദ പർപ്പസ് ഓഫ് വോട്ടിംഗ്. അതായത് വോട്ടിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ഓതറൈസ്ഡ് മെമ്പറിനെയാണ് നമ്മൾ പ്രോക്സി എന്ന് പറയുക കേട്ടോ. റെസൊല്യൂഷൻ ഉണ്ട്. ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ: ഓർഡിനറി റെസൊല്യൂഷൻ ഉണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ, അത് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് റിക്വയർഡ് ഫോർ ഓർഡിനറി മാറ്റേഴ്സ് ആണ്, അത് സ്പെഷ്യൽ മാറ്റേഴ്സ് ആണ്. ഇത് സിമ്പിൾ മെജോറിറ്റി ഓഫ് വോട്ട് പാസ് ചെയ്തിട്ടാണ് ഓർഡിനറി ഉണ്ടാക്കുക. ഇത് 3/4 ആണ്. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു മെൻഷൻ ഇൻ ദ നോട്ടീസിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ കോപ്പി ഓഫ് ഓർഡിനറി റെസൊല്യൂഷൻ നീഡ് നോട്ട് ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ വഴി ഇത് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെയാണെങ്കിലോ അത് ഫയൽ ചെയ്യണം. ചെയർമാൻ ക്യാൻ യൂസ് ഹിസ് കാസ്റ്റിംഗ് വോട്ട്. ചെയർമാൻ എന്ത് ചെയ്യാം? കാസ്റ്റിംഗ് വോട്ട് യൂസ് ചെയ്യാം. ഇവിടെയാണ് ചെയർമാൻ കനോട്ട് ഡു സോ. ഈ കമ്പനി സെക്രട്ടറി ആരാ? ഇസ് എ പ്രിൻസിപ്പൽ ഓഫീസറാണ്. ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഓഫീസറിനെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുക. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? പ്രൊമോഷൻ, ഫോർമേഷൻ, അറേഞ്ചിങ് ബോർഡ് മീറ്റിംഗ്, ജനറൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, മിനിറ്റ്സ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ഡ്യൂട്ടീസ്. അതിൻ്റെ റൈറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്ക് എഴുതി വയ്ക്കാവുന്നേ ഉള്ളൂ. നാഷണൽ കമ്പനിയിലൂടെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണിത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എസ്സേ ക്വസ്റ്റൻ ആണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, 10 മാർക്ക് ചിലപ്പോൾ ഇന്നത്തെ എക്സാമിന് ഉണ്ടാവാം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ്, പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി. ഒരു കമ്പനി അല്ലെങ്കിൽ ഏതൊരു ഇതും അടച്ചു പൂട്ടുമ്പോൾ അസറ്റുകളൊക്കെ വിറ്റിട്ട് കൊടുക്കാനുള്ള ബാധ്യതകളൊക്കെ നമ്മൾ കൊടുത്തു തീർക്കും. അതിനെയാണ് ലിക്വിഡേഷൻ ഓഫ് കമ്പനി അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറയുക. അതിൻ്റെ പല ടൈപ്സ് ഉണ്ട്. വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ ഉണ്ട്, വളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്, വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ. സെയിം തന്നെയാണ്. കമ്പനി മേ ബി റിക്വയർഡ് ടു വൗണ്ട് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ അണ്ടർ ദ ഫോളോയിങ് സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷൻ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ വളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് നോക്കുക, ഡിക്ലറേഷൻ, സോൾവൻസി, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്.
അതുപോലെ കോൺസീക്വൻസ് ഓഫ് വൈൻഡിങ് അപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള കോൺസീക്വൻസ് എന്തൊക്കെയാണ്? ഷെയർ ഹോൾഡറിനുള്ള കോൺസീക്വൻസ് ഉണ്ട്, ക്രെഡിറ്ററിനുള്ളതുണ്ട്, സെർവൻ്റ് ആൻഡ് ഓഫീസേഴ്സിനുള്ളതുണ്ട്, അതുപോലെ കോൺസീക്വൻസ് ആസ് ടു കോസ്റ്റ് ഉണ്ട്, കോൺസീക്വൻസ് ആസ് ടു ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഞാനൊരു ലിക്വിഡേറ്റർ ഈസ് എൻ ഓഫീസർ ഹു ഈസ് സ്പെഷ്യലി അപ്പോയിൻറ്റഡ് ടു വൈൻഡ് അപ്പ്. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഫീസറിനെയാണ് ലിക്വിഡേറ്റർ എന്ന് പറയുക കേട്ടോ. അതിലെ ഡ്യൂട്ടീസ് ചോദിക്കുകയാണെങ്കിൽ മൊത്തം കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക, അതുപോലെ അയാളുടെ കസ്റ്റഡിയിൽ എന്തൊക്കെ അസറ്റുകളുണ്ടെന്ന് നോക്കുക, അസറ്റുകൾ ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തുക, അത് വിൽക്കുക, അതിൽ കൊടുക്കാനുള്ള ലൈബിലിറ്റീസ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി, ഒരു കമ്പനി ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. അടച്ചുപൂട്ടുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുക കേട്ടോ. വൈൻഡിങ് അപ്പ് ഡിസൊല്യൂഷൻ നമ്മുടെ ഡിഫറൻസ് എന്താ? വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ട്രിബ്യൂണൽ ഈസ് നോട്ട് എസെൻഷ്യൽ. ട്രിബ്യൂണലിൻ്റെ ഓർഡർ ആവശ്യമില്ല, എവിടെയാണെങ്കിലും ആവശ്യമുണ്ട്. ലീഗൽ എൻറ്റിറ്റി ആണ്, ഇതാണെങ്കിലോ ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് കംസ് ടു എൻ, അവസാനിക്കുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കമ്പനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് അവസാനിക്കുന്നത്. പക്ഷേ ഡിസൊല്യൂഷനിൽ ഫുള്ളായിട്ട് അടച്ചുപൂട്ടാണ്. ലിക്വിഡേറ്റേഴ്സ് ക്യാരി ഔട്ട് എ പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ്. ലിക്വിഡേറ്റർ എന്താണ്? ഈ വൈൻഡിങ് അപ്പിൻ്റെ പ്രക്രിയക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലിക്വിഡേറ്റർ ആണ്. ഇവിടെയാണെങ്കിൽ NCLT ആണ് കേട്ടോ പാസ് ചെയ്യുന്നത്. വൈൻഡിങ് അപ്പ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസൊല്യൂഷൻ. അതായത് ഡിസൊല്യൂഷൻ്റെ ഒരു മെത്തേഡാണ് വൈൻഡിങ് അപ്പ്. ഡിസൊല്യൂഷൻ ഈസ് എ എൻഡ് പ്രോസസ്സ്. ഏറ്റവും അവസാനം അടച്ചുപൂട്ടുന്നതാണ് ഡിസൊല്യൂഷൻ കേട്ടോ. ഇത്രയാണ് കാര്യങ്ങൾ. നന്നായി പഠിച്ചിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.